ടി പി ഞാൻ അങ്ങലേക്ക് എത്താം. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം. ടി പി ശ്രീനിവാസൻ, നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും ചുമ്മാതിരിക്കുന്നില്ലോ. അവരും ഷിംല കരാർ റദ്ദാക്കുമെന്ന് പറയുന്നതാണ്. അവരും നമ്മുടെ വ്യോമപാത അടയ്ക്കുകയാണ്. അവരും നമ്മുടെ പൗരന്മാർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ലെന്നൊക്കെ പറയുകയാണ്. പിന്നെയും ഏതോ ഒരു ജീവിക്ക് മുറുമുറുപ്പ് എന്ന് പറയും മട്ടിൽ പാകിസ്ഥാനും അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരം ഒരു സങ്കടത്തിന്റെ സാഹചര്യത്തിൽ, ഒരു വൈകാരികതയുടെ സാഹചര്യത്തിൽ നയതന്ത്ര തിരിച്ചടികൾ എത്ര ശതമാനം ഒരു പരിഹാരമാകും ടി പി ശ്രീനിവാസൻ? ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള നയതന്ത്ര പരിപാടികളൊന്നും ഇഫക്റ്റീവ് അല്ല. നമ്മുടെ മിഷൻസിനെ വെട്ടിക്കുറച്ചത് കൊണ്ടോ അവരുടെ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞയച്ചതുകൊണ്ടോ ടൂറിസ്റ്റ് വരാതിരിക്കാൻ പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണിത്. അപ്പോൾ ഈ ഭീകരാക്രമണം മറ്റാക്രമണങ്ങൾ വ്യത്യസ്തമാകുന്നത് ഇന്നത്തെ ഒരു ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ കാരണമാണ്. പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുകയാണ്. ചൈനയിലെ സഹായം പോലും അവർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ല, ഭാവിയിൽ ലഭിക്കുകയുമില്ല. അമേരിക്കയുടെ സഹായം പണ്ട് ലഭിച്ചിട്ടുണ്ട്, അതില്ല. അറബ് രാജ്യങ്ങൾ, ഇറാൻ, ഇവരൊന്നും യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഭയം ഈ പുതിയ ലോകക്രമം രൂപീകരിക്കപ്പെടുമ്പോൾ എവിടെയാണ് പാകിസ്ഥാൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. അതിൻ്റെ ആശങ്കയിലാണ് അവരിതിനെ ഇപ്പോൾ ഈ സമയം കണ്ടുപിടിച്ചിരിക്കുന്നത്. എത്രയോ വർഷമായി സമാധാനപരമായി നിൽക്കുകയാണല്ലോ കാശ്മീർ. പക്ഷേ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുപോലെ, കാരണം സർവൈവലിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അന്ന് അവർ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ സൗദി അറേബ്യയും കൂടി സൈൻ ചെയ്യുമായിരുന്നു അബ്രഹാം അക്കോർഡ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഹമാസ് അങ്ങനെ അറ്റാക്ക് ചെയ്തത്. തന്നെത്താനെ നശിച്ചു പോയാലും തിരക്കേടില്ല, ഈ പ്രശ്നം ലോകത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതായിരിക്കും അവരിനിയും ശ്രമിക്കുക. ഒരു യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ അവർ ശ്രമിക്കുക ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ യഥാർത്ഥത്തിലുള്ളൊരു നയം സ്വീകരിച്ചിരിക്കുന്നത്, വ്യത്യസ്തമാണ്, പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നുള്ള ചോദ്യം അവർ നമ്മളോട് ചോദിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ ഉത്തരം വളരെ വ്യക്തമാണ്. കാരണം ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്, ഇത് നടത്തിയാൽ ഭീകരവാദവും സംഭാഷണവും കൂടി നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും തീരുമാനിക്കുക. അപ്പോൾ അവർ സംഭാഷണത്തിൽ തീരുമാനിച്ചില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഇനിയും സംഭാഷണം തുടരണമെങ്കിൽ എത്ര ജീവൻ നഷ്ടപ്പെടണം, എത്രമാത്രം ഇൻകൺവീനിയൻസ് ലോകത്തിനുണ്ടാകണം എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് മുഴുവൻ പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൂഷ്യൽ പോയിൻ്റാണ്. അവർക്കിതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയുമോ, അതോ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയിട്ട് മറ്റു രാജ്യങ്ങളുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോവുകയും അതേസമയം തന്നെ പല രാജ്യങ്ങളും പല ആളുകളും അവിടുന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഒരു ഡെസ്പറേറ്റ് ആക്റ്റാണിത്. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ വേണം കാണാൻ. അപ്പോൾ പാകിസ്ഥാനെ മുഴുവൻ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഭരണം അവിടെ സ്ഥാപിച്ചിട്ട് മുന്നോട്ട് പോകുക മാത്രമാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. അതിനിടയിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാൻ തീർച്ചയായും നമ്മളതിന് തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു പ്രതികരണത്തിൻ്റെ മാർഗങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അത് വരുമ്പോഴാണ് നമുക്കറിയാവുന്നത് എത്രമാത്രം ഭീകരമാണ് അവരുടെ അപ്രോച്ച് എന്ന്. അപ്പോൾ അതുകൊണ്ട് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കണം. ഇപ്പം നമ്മൾ അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ടൊന്നും അല്ല സംഭവിക്കാത്തത്. അതിനൊക്കെ സമയം ആവശ്യമാണ്. ലോക ജനതയുടെ അഭിപ്രായങ്ങൾ അറിയണം. ശ്രീമതി ഇന്ദിരാഗാന്ധി എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ബംഗ്ലാദേശിലേക്ക് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ക്രിപ്ഷനോടുകൂടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിജയം വരും എന്നുള്ള തീർച്ചയോടുകൂടി തന്നെയാണ് ഇന്ത്യ പ്രവർത്തിക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക നമ്മുടെ ജോലിയല്ല. ഈ കാര്യം ഒരു വാർക്രൈക്ക് വേണ്ടി പറയുകയാണ്, നമ്മളൊരു ജിങ്കോയിസം പറയുകയില്ല. നമ്മൾ പാകിസ്ഥാനെ മൊത്തം നശിപ്പിച്ച് കളയണം, അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ, അവിടുത്തെ ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഒക്കെ തെറ്റായ വൈകല്യങ്ങൾക്ക് അടിപ്പെട്ട് അതിന്റെ ഇരകളായി ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ മൊത്തം ശിക്ഷിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ കയറി നമ്മുടെ സൈനികരോട് ഏറ്റുമുട്ടൽ പോലും ഒരു പരിധിവരെ ഒരു ഫെയർ ആണെന്ന് പറയാം. അതുപോലും ഫെയർ അല്ല. പക്ഷേ നിരായുധരായ മനുഷ്യരെ, അവർ കളിക്കാൻ വന്നവരെ, ചിരിക്കാൻ വന്നവരെ പോയിന്റ് ബ്ലാങ്കിൽ, വളരെ നമ്മുടെ നിഹാൽ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പകർന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ ആ കാര്യം. വളരെ പോയിന്റ് ബ്ലാങ്കിൽ ഒരു പ്രകോപനമുള്ള വെടിവെച്ച് കൊല്ലുന്നതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ന്യായീകരിക്കാനോ
അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവരെ എവിടെ പോയാലും നേരത്തെ നമ്മുടെ ഇവിടെ കണ്ട ജമ്മു കാശ്മീർ പ്രദേശവാസി പറഞ്ഞതുപോലെ തെരഞ്ഞു പിടിച്ച് തീർത്ത് കളയുക എന്നുള്ളത് അടിയന്തരമാണ്, അത് അതിപ്രധാനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നിൽക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ലാൽ ചൌക്കിലാണ്. അവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ മെഴുകുതിരി റാലിയിലെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പാകിസ്ഥാൻ മുർദാബാദ് എന്നുള്ളത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ബാക്കി കാര്യങ്ങൾ ഈ നാടിനെ തകർക്കാൻ വരുന്ന ഗദ്ദാർ വഞ്ചന ശക്തികളെ നിങ്ങൾ ഇവിടുന്ന് കടന്നുപോകും, പുറത്തു പോകും തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരെന്താണ് നാളെ മുതൽ ഇവിടെ നടത്താൻ പോകുന്ന സമരപരിപാടി?